വീക്കെൻഡ് പ്രമാണിച്ച് പുട്ടുപൊതി. മാക്രോൺകൾ കുറച്ച് കാലം മുമ്പ് ഈ പുട്ടുപൊതി കാണിച്ചപ്പോൾ തൊട്ടുള്ള പൂതിയാട്ടോ. പുട്ടുപൊതിയനായ എനിക്ക് എന്നാൽ പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് അതിനുള്ള ഒരു സന്ദർഭവും സാഹചര്യവും ഒക്കെ ഒത്തു കിട്ടിയത്. നല്ല ആവി പറക്കുന്ന ചൂടൻ പുട്ട്. ആ ആവി അടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഉതിർത്ത് ഓൾറെഡി നിറയെ തേങ്ങ ഉണ്ട്, എന്നാലും കുറച്ചുകൂടെ തേങ്ങയൊക്കെ അങ്ങോട്ട് വെതറി 2 പപ്പടവും അങ്ങോട്ട് പൊടിച്ച് ചേർത്തിട്ട് കറിയായിട്ട് ഇന്ന് നല്ല വറുത്തരച്ച ആട്ടിറച്ചിൻ്റെ കറിയാണ്. പോത്തിറച്ചിയുടെ കറിയാണെങ്കിലും സൂപ്പറായിരിക്കും കേട്ടോ, ഒന്നും വിചാരിക്കേണ്ട, അങ്ങോട്ട് വിളമ്പിക്കും ഒത്ത നടുക്ക്. ഇനി മുട്ട പുഴുങ്ങിയതാവാം. എനിക്കിഷ്ടം നല്ല ചെറിയ ഉള്ളിയും കാന്താരിയൊക്കെ അങ്ങോട്ട് ചതച്ച് ഇരുമ്പച്ചലിലും നമ്മുടെ പുട്ടെടുക്കുന്ന നല്ല കറണ്ടി ഓംപ്ലേറ്റ് പോലത്തെ സാധനം കേട്ടോ. ഇനി അതങ്ങോട്ട് വാഴയിലയിൽ മൂടി ഒരു പൊതി അങ്ങോട്ടാകണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 1/4-3 മണിക്കൂറെങ്കിലും ഒന്ന് വച്ചിരിക്കണം, അപ്പോഴാണ് ആ വാഴയിലയുടെ ഒരു രുചിയൊക്കെ അങ്ങോട്ട് കിട്ടുന്നത്. പക്ഷെ എന്നെപ്പോലെ അക്ഷമരാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, അപ്പം തന്നെ അങ്ങ് തുറന്നു. ആ പുട്ട് ആ കറിയിലൊക്കെ ഇങ്ങനെ നനഞ്ഞ് ആ പപ്പടമൊക്കെ ഇങ്ങനെ കുതിർന്ന് എനിക്ക് വയ്യ, ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് പയ്യെ അങ്ങോട്ട് കുഴച്ച് തുടങ്ങണം. ആ ബാക്കി ഇരിക്കുന്നത് അല്പം മുട്ടയും കൂടെ അങ്ങോട്ട് ചേർത്തോ, എല്ലാം കൂടെ കൂട്ടി കുഴച്ച് കഴിക്കുമ്പോഴല്ലോ അപ്പം വീക്കെൻഡിന് പുട്ടുപൊതി സെറ്റാകണം.